ഹദ്ദാദ് റാത്തീബുണ്ടല്ലോ, അതാരെങ്കിലും പാരായണം ചെയ്താൽ നമ്മൾ ചെല്ലുന്ന ആ ഓരോ ദിവസത്തിലും കാവൽ അല്ലാഹു നൽകുന്നതാണ്. അവനിക്ക് മാത്രമല്ല, അവൻ താമസിക്കുന്ന വീട്ടിലും സംരക്ഷണം നൽകും. ആ വീട്ടിലാരുണ്ട്? അവന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതുപോലെ അവന്റെ മാതാവ് പിതാവ് ആരൊക്കെയുണ്ടോ അവർക്കും അതിന്റെ സംരക്ഷണമുണ്ടാകും. മാത്രമല്ല, അവന്റെ അയൽ വീടുകൾക്ക് പോലും കാവലുണ്ടാകുമെന്നാണ്. അപ്പോ 40 വീടാണ് നമ്മൾ ഒരാളുടെ വീട്ടിന്റെ അയൽവാസികൾ എന്ന് പറയും. വീടിന്റെ വലതുഭാഗത്ത് 40, വീടിന്റെ ഇടതുഭാഗത്തോ അങ്ങോട്ടുള്ളതും 40 വീട്, അതും നമ്മുടെ അയൽവാസികളാണ്. അതുപോലെ നമ്മളെ വീട്ടിന്റെ പിൻഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ 40 വീടുകളും നമ്മുടെ അയൽവാസികളാണ്. വീടിന്റെ മുൻഭാഗത്ത് അങ്ങോട്ട് 40 വീടുകളും നമ്മുടെ അയൽവാസികളാണ്. നാം ഒരാൾ ഹദ്ദാദ് ചെല്ലിയാൽ എനിക്കും ചെല്ലുന്നവനിക്കും അവന്റെ വീട്ടിനും അതിന്റെ അയൽവാസികൾ അവർക്കെല്ലാം കാവൽ അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഹദ്ദാദ് റാത്തീബ് ചെല്ലുക. ചുരുങ്ങിയതൊരു 10-15 മിനിറ്റ് മതി. നിങ്ങൾ ചൊല്ലി പതിവാക്കി നോക്കിക്കോ. അത് നിങ്ങൾ പതിവായി ഏറ്റെടുത്തോ. അതിന്റെ മാധുര്യം നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹദ്ദാദ് ജീവിതത്തിൽ നിങ്ങൾ മുടക്കുകയില്ല. വളരെ മഹത്വമായ ദിക്റുകളാണ് അതിൽ ചൊല്ലുന്നത്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട അദ്കാറുകളാണ് ഹദ്ദാദ് റാത്തീബിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാ പരാജയങ്ങളും അല്ലാഹുവിനെ കാത്തുരക്ഷിക്കുന്നതാണ്. പക്ഷേ ഹദ്ദാദ് റാത്തീബ് ചെല്ലുമ്പോൾ നീയത്ത് വേണം. എന്താണ് നീയത്ത്? സ്വശരീരത്തിനൊരു കാവല്, എല്ലാ ഷർറുകളിൽ നിന്ന്, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന്, എല്ലാ അക്രമങ്ങളിൽ നിന്ന്, എല്ലാ പരാജയങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന് അവന്റെ ഭാര്യ മക്കൾ അവന്റെ കുടുംബത്തിനും സംരക്ഷണം വേണം എന്നുള്ള നീയത്ത് വേണം. വൽ ബൈത്ത്, അവൻ താമസിക്കുന്ന ഭവനമുണ്ടല്ലോ അതിനും സംരക്ഷണം വേണം എന്നുള്ള നീയത്തോടു കൂടി ചെയ്യണം.